വെനസ്വേലയിലെ അമേരിക്കൻ സൈന്യത്തിന്റെ മിന്നൽ നീക്കങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ കാണുമ്പോൾ ഇതൊക്കെ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നില്ലേ? ശരിയാണ്, നമ്മൾ കണ്ടിട്ടുണ്ട്. 2019 പുറത്തിറങ്ങിയ ടോം ക്ലാൻസിസ് ജാക്ക് റയാൻ എന്ന സീരീസിലെ ഒരു രംഗം ഇതാണ്. 6 വർഷം മുൻപാണ് ആമസോൺ പ്രൈമിൽ ഈ സീരീസ് പുറത്തു വന്നത്. ജോൺ ക്രാൻസിസ്കി അവതരിപ്പിക്കുന്ന ജാക്ക് റയാൻ എന്ന CIA അനലിസ്റ്റ് വെനസ്വേലയെ ലോകത്തിലെ ഏറ്റവും വലിയ ഭീഷണിയായി വിശേഷിപ്പിക്കുന്നുണ്ട് ഈ സീരീസിൽ. വെനസ്വേലയുടെ സ്വർണ്ണ ശേഖരത്തെക്കുറിച്ചും എണ്ണ നിക്ഷേപത്തെക്കുറിച്ചും റയാൻ അന്നു നൽകിയ മുന്നറിയിപ്പുകൾ ഇന്നത്തെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളോട് അതിശയകരമാം വിധം സമാനതകളുള്ളതാണ്. ദി സിംപ്സൺസ് എന്ന കാർട്ടൂൺ പരമ്പര ഭാവി പ്രവചിക്കുന്നത് പോലെ ജാക്ക് റയാനും ആഗോള രാഷ്ട്രീയത്തിലെ മാറ്റങ്ങൾ മുൻകൂട്ടി കണ്ടോ എന്നാണ് വെനസ്വേലൻ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ ചർച്ചകൾ. 4 സീസണുകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ സീരീസിന്റെ ഓരോ സീസണുകളിലും വ്യത്യസ്തമായ സാഹചര്യങ്ങളാണ് ജാക്ക് നേരിടുന്നത്. CIA താരതമ്യേന താഴ്ന്ന തസ്തികയിലുള്ള അനലിസ്റ്റായ ജാക്ക് സംശയാസ്പദമായ ചില ബാങ്ക് ഇടപാടുകൾ കണ്ടെത്തുന്നു. ഇത് യമൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സുലൈമാൻ എന്ന ഭീകരവാദ നേതാവിലേക്കാണ് അവനെ എത്തിക്കുന്നത്. ഡെസ്ക് ജോലിയിൽ നിന്നും ആക്ഷൻ രംഗങ്ങളിലേക്കുള്ള ജാക്കിന്റെ മാറ്റമാണ് ആദ്യ സീസൺ പറയുന്നത്. ഇപ്പോൾ വൈറലായിരിക്കുന്ന ക്ലിപ്പ് 2ാം സീസണിലേതാണ്. വെനസ്വേലയിലെ അഴിമതി നിറഞ്ഞ ഭരണകൂടവും അവിടുത്തെ രാഷ്ട്രീയ അസ്ഥിരതയുമാണ് ഇതിന്റെ പ്രമേയം. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ സ്വർണ്ണ ശേഖരമുള്ള വെനസ്വേല എങ്ങനെ അമേരിക്കയ്ക്ക് ഭീഷണിയാകുന്നു എന്ന് ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. സീരീസിലെ 2ാമത്തെ സീസണിൽ വെനസ്വേലയെ റഷ്യയെക്കാളും ചൈനയെക്കാളും വലിയ ഭീഷണിയായി ജാക്ക് റയാൻ വിശേഷിപ്പിക്കുന്നു. വെനസ്വേലയിലെ എണ്ണ നിക്ഷേപം സൗദി അറേബ്യയെക്കാൾ കൂടുതലാണെന്നും അവിടുത്തെ സ്വർണശേഖരം ആഫ്രിക്കയിലെ എല്ലാ ഖനികളെക്കാളും വലുതാണെന്നും അദ്ദേഹം ഈ രംഗത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കൂടാതെ വെനസ്വേലയിൽ നിന്നുള്ള ആണവ മിസൈലുകൾക്ക് വെറും 30 മിനിറ്റിനുള്ളിൽ അമേരിക്കയിലെത്താൻ കഴിയുമെന്നും ഈ സീരീസ് മുന്നറിയിപ്പ് നൽകുന്നു. യഥാർത്ഥ ജീവിതത്തിൽ പ്രസിഡന്റ് മഡൂറോ അമേരിക്കൻ സൈന്യത്തിന്റെ പിടിയിലായപ്പോൾ സീരീസിൽ ജാക്ക് റയാനും സംഘവും ഹെലികോപ്റ്ററിൽ കൊട്ടാരത്തിലിറങ്ങി അഴിമതിക്കാരനായ പ്രസിഡന്റിനെ പുറത്താക്കുന്ന ദൃശ്യങ്ങളാണ് ഉള്ളത്. ഈ സമാനതകളാണ് ഇപ്പോൾ ടോം ക്ലാൻസിസ് ജാക്ക് റയാൻ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിട്ടുള്ളത്.